കണ്ണൂർ മാടായിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലുള്ള വാദി ഹുദ സ്കൂളിലേക്ക് ഇന്ന് ബിജെപിയുടെ പ്രതിഷേധ മാർച്ച്. സ്കൂളിന്റെ കൈവശമുള്ള 3 ഏക്കർ സ്ഥലം ദേവസ്വം ഭൂമി കയ്യേറിയതാണെന്ന് ആരോപിച്ചാണ് മാർച്ച് നടത്തുന്നത്. ബിജെപിയുടെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് സ്കൂൾ മാനേജ്മെന്റ് ന്യൂസ് 18നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സുമേഷ് വിവരങ്ങൾ പങ്കുവെക്കും. സുമേഷ് അല്പസമയത്തിനകം ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് ബിജെപി ഉന്നയിക്കുന്ന ആരോപണമാണ് ഈ സ്കൂളിൻ്റെ സ്ഥലം അത് അവർ കയ്യേറി, ദേവസ്വം ഭൂമി കയ്യേറിയാണ് ഇപ്പോൾ സ്കൂള് നിർമ്മിച്ചിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ. പക്ഷേ അതിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്, പരിശോധനകൾ നടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് വിവരം. സുമേഷ്, ഇന്നിപ്പോൾ MT രമേശാണെന്ന് മനസ്സിലാകുന്നു ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. തുടർ പ്രക്ഷോഭങ്ങളാണോ BJP പ്ലാൻ ചെയ്യുന്നത്? രഞ്ജിത്ത്, ഈ വിഷയത്തിൽ BJP ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഇന്ന് രാവിലെ 10:30 സ്കൂളിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. ജില്ലാ കമ്മിറ്റിയാണ് ഈ പ്രതിഷേധ മാർച്ചിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് 100 കണക്കിന് ആളുകൾ ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ 10:30 പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങി നഗരം ചുറ്റി നേരെ സ്കൂൾ കോമ്പൗണ്ടിലേക്കാണ് ഇത്തരമൊരു പ്രക്ഷോഭം ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഏതായാലും കൂടുതൽ ആളുകൾ ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നതുകൊണ്ട് തന്നെ ഈ പോലീസ് സാന്നിധ്യം അവിടെ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. ദേവസ്വം ഭൂമി ഈ വാദി ഹുദ സ്കൂൾ തട്ടിയെടുത്തു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അതായത് 3 ഏക്കർ സ്ഥലമായിരുന്നു വാദി ഹുദ സ്കൂളിനുണ്ടായിരുന്നത്. അതിപ്പോൾ 6 ഏക്കറായി മാറി. അതിൽ 3 ഏക്കർ ദേവസ്വം ഭൂമി തട്ടിയെടുത്ത ഭൂമിയാണെന്നാണ് ഇപ്പം BJP ആരോപിക്കുന്നത്. എന്നാൽ ഈ ആരോപണത്തെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് തന്നെ വാദി ഹുദ മാനേജ്മെന്റും രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് സുമേഷ് മോറാഴ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലുള്ള വാദി ഹുദ സ്കൂളിലേക്കാണ് ഇന്ന് BJPയുടെ മാർച്ച് നടക്കുന്നത്. CN ഹരിദാസ് ഉണ്ട്, BJP നേതാവ്. ശ്രീ ഹരിദാസ്, ഇതിപ്പോൾ ഒരു ആരോപണം എന്നതിനപ്പുറം എന്തെങ്കിലും തെളിവുകൾ ഈ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് BJPക്ക് മുന്നോട്ട് വെക്കാനുണ്ടോ? പ്രതിഷേധത്തിനപ്പുറം നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമോ? 100% നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകും. കാരണം ഞങ്ങളല്ലല്ലോ ഈ ആരോപണം പറഞ്ഞിട്ടുള്ളത്. ഈ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ അത് സ്ഥിരീകരിച്ചിട്ടുണ്ടല്ലോ. പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുള്ളത്? അവിടെ ആ സ്ഥലം കയ്യേറ്റമുണ്ടെന്നും അത് തിരിച്ചു പിടിക്കുമെന്നും ആ റോഡ് അനധികൃതമായി നിർമ്മിച്ചതാണെന്നും ദേവസ്വം ഭൂമിയാണെന്നും ഒക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതാണ്. പിന്നെ ആരാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വായിലേക്ക് അപ്പം തള്ളിയിട്ടുള്ളത്? പിന്നെ മിണ്ടാത്തത് എന്താണ്? എന്താ നിയമ നടപടിക്ക് മുന്നോട്ട് പോകാത്ത? എന്താ ഗവൺമെന്റ് നടപടി എടുക്കാത്ത? എന്താണ് അവിടെ ഈ ലാൻഡ് അളന്ന് തീട്ടപ്പെടുത്താത്ത? എന്തുകൊണ്ടാ? നിങ്ങൾ എന്തിനാ പുകമറ സൃഷ്ടിക്കുന്നത്? നമ്മളല്ലോ, BJP അല്ലല്ലോ ഭരിക്കുന്നത്. അവിടുത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പഞ്ചായത്ത് ഭരിക്കുന്നത്, ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത്, അവിടുത്തെ ഈ സംസ്ഥാനം ഭരിക്കുന്നത് ആരാണ്? ദേവസ്വം ഭരിക്കുന്നത് ആരാണ്? എന്താ ഇത്? ഈ ഭരണകർത്താക്കളൊക്കെ ഒരു പാർട്ടിയുടെ കുടക്കീഴിലുള്ള ആളുകളല്ലേ? അപ്പം ദേവസ്വത്തിന് അതിൻ്റെതായിട്ട് ദേവസ്വം എന്തിനാണ്? ക്ഷേത്ര ഭൂമികളും ക്ഷേത്രവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ? അപ്പോ ഈ ക്ഷേത്ര സംരക്ഷണവും ക്ഷേത്രത്തിന്റെ സ്വത്തുക്കളുടെ സംരക്ഷണവും ആരുടെ കയ്യിലാണ്? ദേവസ്വം എന്തിനാണ് മടിച്ചു നിൽക്കുന്നത്? ദേവസ്വം ഹിന്ദു സംരക്ഷണ നിയമപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ദേവസ്വം ആ മൈനറായിരിക്കുന്ന ദൈവത്തിന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കാനല്ലേ ഈ ദേവസ്വത്തിന് ഭരണം ഏൽപ്പിച്ചിട്ടുള്ളത്, ഈ ക്ഷേത്രങ്ങളൊക്കെ. അപ്പം ഈ ക്ഷേത്രങ്ങളൊക്കെ സംരക്ഷിക്കേണ്ട കടമയുള്ള ആളുകൾ ഇന്ത്യ ഭരണകർത്താക്കൾ ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ഈ ക്ഷേത്രഭൂമി അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അത് തിരിച്ചുപിടിക്കാൻ എന്ത് നടപടിയെടുക്കുന്നത്? അപ്പം ഇത് ഇത്തരം സ്വകാര്യ വ്യക്തികൾ, ഇവർ മാത്രമല്ല, കുറെ ആളുകൾ അവിടെ കയ്യേറ്റം നടത്തിയിട്ടുണ്ട്. ഏകദേശം ഈ 600ഓളം ഏക്കറുകൾ ഉണ്ട് എന്ന് പറയുന്ന ഭൂമി ഇപ്പോൾ എത്ര ഏക്കറയാണ് ഉള്ളത്? ഇനി കയ്യേറ്റം ഇല്ല എങ്കിൽ പിന്നെ എന്തിനാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇത് പറഞ്ഞിട്ടുള്ളത്? അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് ആധികാരികമാണ്. പിന്നെ ആരാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വിലക്കിയിട്ടുള്ളത്? ആ നടപടി വിലക്കിയത് ആരാണ് എന്നൊക്കെ പുറത്തു വരട്ടെ. ഞങ്ങൾ സമരവുമായിട്ടും നിയമ പോരാട്ടവും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. നിയമത്തിന്റെ വഴിക്ക് ഞങ്ങൾ നടത്തും. അതുപോലെ പൊതുജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്താനായി സമര പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകും. ഇന്നിപ്പോൾ മാർച്ചാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അവിടെ പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകും, സ്വാഭാവികമാണ്. എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ? അല്ല,
ഒരു ഇന്ന് സമാധാനപരമായ മാർച്ചാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ആരും ഈ സ്കൂളിൽ പോയി കയ്യേറ്റം ചെയ്യാനൊന്നും പോകുന്നില്ല. ഇത് പൊതുസമൂഹത്തിന്റെ ഇടയിൽ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കണം. ഇത് ഇത്തരം കയ്യേറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇത്തരം കയ്യേറ്റം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കണം ആ ഭൂമി. അതാണ് നമ്മുടെ ആവശ്യം. നമ്മുടെ ആവശ്യം നമുക്ക് വേണ്ടിയിട്ടല്ലല്ലോ, പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ആവശ്യം ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് സമരം നടത്തുന്നത്. അവിടെ ഈ ക്ഷേത്രം, ഞാൻ പറഞ്ഞില്ല, ഈ ക്ഷേത്രത്തിന് മാത്രമല്ല, എത്രയോ ക്ഷേത്ര ഭൂമികൾ ഇതേപോലെ തന്നെ പല ആളുടെയും കൈവശപ്പെടുത്തിയിട്ടുണ്ട്. അവരിൽ നിന്നും ഇതിന്റെ എന്താ പറയണ്ടേ, ഇതിന്റെ ഉച്ഛിഷ്ടം ഭക്ഷിക്കുന്ന ആളുകളുണ്ട്. ഈ ഉദ്യോഗസ്ഥന്മാരുണ്ട്, വില്ലേജ് ഓഫീസർമാർ, പല വില്ലേജ് ഓഫീസർമാരും ഈ രാജരാജേശ്വരി ക്ഷേത്രത്തിന്റെ ഒക്കെ ഭൂമികൾ അവിടെ ഇപ്പം കല്ല് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കപ്പണയാണ്, അവിടെ കല്ലാണ്. അപ്പൊ ആ കല്ല് വെട്ടിയെടുക്കുന്നത് 1 രൂപ ആർക്കും കൊടുക്കാതെയാണ്. വില്ലേജ് ഓഫീസർ മേടിക്കുന്നുണ്ട്, ചെറിയ എക്സിക്യൂട്ടീവ് ഓഫീസർമാർ പൈസ മേടിക്കുന്നുണ്ട്, ഉദ്യോഗസ്ഥന്മാർ പൈസ മേടിക്കുന്നുണ്ട്. ഞങ്ങൾ ഇതൊക്കെ അവിടെ പോയതാണ്. അവിടെ ഈ ക്യാമറയായിട്ട് പോകുമ്പോൾ ഞങ്ങൾ കഴിഞ്ഞ നിങ്ങളടക്കമുള്ള ക്യാമറകൾ വന്നിരുന്നു. ഞാനൊരിക്കൽ അവിടെ ആ രാജരാജേശ്വരി ക്ഷേത്രത്തിന്റെ ഏക്കർ കണക്കിന് ഭൂമിയിൽ ഇപ്പം കല്ല് വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കല്ല് വെട്ടി എത്രയാണ് കല്ലിന് 58 റുപ്യ 60 രൂപ ഒരു കല്ലിനുണ്ട്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കല്ലാണ് വെട്ടിയെടുത്തിട്ടുള്ളത്. അപ്പം ഈ പൈസ 1 രൂപ പോലും ആർക്കും കൊടുക്കാതെ ആരുടെ ക്ഷേത്ര ഭൂമി കയ്യേറി കല്ല് വെട്ടുമ്പോൾ ഞങ്ങൾ അവിടത്തേക്ക് പോയി അന്വേഷിച്ചപ്പോൾ ക്യാമറയുമായി നിങ്ങളെയൊക്കെയുള്ള പത്രക്കാരുമായിട്ട് പോയപ്പോ എല്ലാ വണ്ടികളും എടുത്ത് ഓടുന്നതാണ്ട്. അവിടെ JCB ഒക്കെ നമ്പർ തുണി കെട്ടി മറിക്കുന്നത് കണ്ടു ഞങ്ങൾ. എല്ലാവരും അവിടെ നിന്ന് നിഷ്പ്രയാസം ഓടിപ്പോയി. എന്തിനാ ഓടിപ്പോന്ന്? അവരെ ഭൂമിയാണ് ഓടിപ്പോണം. എന്നിട്ട് പോലും അതിനുശേഷം ഒരു 3-4 ദിവസം ബ്രേക്ക് വന്നു. അതിനുശേഷം എന്താ ഇപ്പം ആ കല്ല് വെട്ടിക്കൊണ്ടിരിക്കുക ക്ഷേത്ര ഭൂമികളിൽ നിന്ന്. അപ്പം ഇത്തരം ക്ഷേത്രങ്ങളുടെ ഭൂമികൾ അന്യാധീനപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചു പിടിക്കേണ്ട ആരുടെ ബാധ്യതയാണ്? അപ്പം ഈ സ്കൂളിൽ കയ്യേറ്റം നടന്നിട്ടുണ്ട്. അവിടെ നടന്നത് അതുമാത്രമാണോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്നലെ ഞാൻ ഇതേ ചാനലിൽ പറഞ്ഞതാണ്, അവിടെ ഒരു നിയമവിരുദ്ധ പരിപാടി നടത്തി. അതായത് മാടായി പാറയിൽ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ നേതൃത്വത്തില്. അപ്പോ ഈ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജമാഅത്ത് ഇസ്ലാമിയുടെയാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ അവിടുത്തെ പ്രാദേശിക ആളുകൾക്ക് അറിയില്ല ഇത് ക്ഷേത്രഭൂമിയാണ്, ഇവിടെ വന്നിട്ട് ഇത്തരം പാലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്താൻ പാടില്ല, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഒരു സ്കൂൾ ബസ് കൊണ്ടുവരുന്നു, എന്താ സ്കൂൾ ബസ് പിടിച്ചെടുക്കാത്തത്? അപ്പം ഇതൊക്കെ നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടക്കുക. ഇന്നലെ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും സൂചിപ്പിക്കുകയാണ്, എന്തുകൊണ്ട് പഹൽഗാമിൽ നടന്ന ആക്രമണത്തിൽ ഒരു പ്രതിഷേധം പോലും രേഖപ്പെടുത്താൻ ഈ ഇത്തരം സംഘടനകൾ മുന്നോട്ട് വന്നിട്ടില്ല? പഹൽഗാമിലെ ഇന്ത്യക്കാരായ 26 ആളുകളെ വെടിവെച്ച് കൊലപ്പെടുത്തിയവർക്ക് വേണ്ടിയിട്ട് അവരെ ഒരു മോക്ഷത്തിന് വേണ്ടിയിട്ടോ അവർക്ക് അനുഭാവം പ്രകടിപ്പിച്ചോ ഇന്ത്യക്ക് അനുകൂലമായിട്ടോ ഒരു പ്രക്ഷോഭം നടത്താനോ ഒരു പ്രകടനം നടത്താൻ മൗനജാഥ നടത്താൻ ഇവർ തയ്യാറായിട്ടല്ലോ. പാലസ്തീന് വേണ്ടിയിട്ട് ഇവിടെ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് ഇറക്കി ക്ഷേത്രഭൂമിയെ കൊണ്ട് ഇറക്കിയിട്ട് ഈ നടപടിയെടുത്ത് ഈ കുട്ടികളല്ലല്ലോ ഇതിന് ഉത്തരവാദികളായ ആള് മറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ട് ആ സംഘടനയിൽപ്പെട്ട മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്യുന്നില്ല? ഇവരെ കുട്ടികളെ അയച്ചവരുണ്ട്, ഇതിന് ആസൂത്രണം ചെയ്തവരുണ്ട്, ആ ഭൂമി തന്നെ തെരഞ്ഞെടുത്തവരുണ്ട്. ആ തെരഞ്ഞെടുത്ത ആളുകളെ എന്തുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ജാമ്യം കിട്ടാത്ത വകുപ്പ് ഇറക്കുന്നില്ല? അപ്പൊ ഇതൊക്കെ ഒരു കള്ളക്കളിയാണ്. വോട്ടിന് വേണ്ടിയിട്ട് ഏത് ഭൂമിയും ഇപ്പൊ എല്ലാവർക്കും ആണ് എന്ന ധാരണ വരുത്തുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ നടക്കും. ഇതിനെതിരായി ശബ്ദിക്കാനും പ്രതികരിക്കാനും BJP ഉണ്ടാവും. ഒരു വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം BJP മുന്നോട്ട് പോകും. BJPയുടെ നിലപാട് അതാണ് എന്നുള്ളതാണ്. പക്ഷേ സ്കൂൾ മാനേജ്മെൻറ്റിന് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവരുടെ പ്രതികരണം കൂടി നമ്മൾ തേടുന്നുണ്ട്. ഏതായാലും ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലുള്ള വാദി ഹുദ സ്കൂളിലേക്കാണ് ഇപ്പോൾ BJPയുടെ പ്രതിഷേധ മാർച്ച് അല്പസമയത്തിനകം ആരംഭിക്കുക. സുമേഷ് മൊറാറയാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്. വിശദാംശങ്ങളിലേക്ക് അല്പസമയത്തിനകം നമുക്ക് കൂടുതലായി എത്താം എന്നും കരുതുന്നു.